ಧರ್ಮಸ್ಥಳ ಗ್ರಾಮೀಣಾಭಿವೃದ್ಧಿ ಯೋಜನೆಯ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯ ಚಂದ್ರಗಿರಿ ವಲಯದ ಒಂದಷ್ಟು ಸದಸ್ಯರು ಅವರ ನೇತೃತ್ವ ವಹಿಸುವ ಅವರ ಜೊತೆಗೆ ಬಂದಿದ್ದರು ಬನವಾಸಿಗೆ ಬಂದು ಅವರಿಗೆ ಮುಖ್ಯವಾಗಿ ಒಂದು ಬಂಜರು ನೆಲದಲ್ಲಿ ಹೇಗೆ ಕೃಷಿ ಮಾಡಬಹುದು ಮತ್ತು ಮಳೆ ಕೊಯ್ಲು ಯೋಜನೆಗಳನ್ನು ಹೇಗೆ ಮನೆ ಮತ್ತು ಪರಿಸರಗಳಲ್ಲಿ ಸಾಕಾರಗೊಳ್ಳಬಹುದು ಎಂಬ ವಿಷಯವಾಗಿ ತುಂಬ ಆಸಕ್ತರವರು. ಧರ್ಮಸ್ಥಳ ಯೋಜನೆಗಳಿಗೆ ಪೂರಕವಾದಂತಹ ಯೋಜನೆಗಳು ಇಲ್ಲಿಯೂ ಇರುವ ಕಾರಣ ಅದರ ಬಗ್ಗೆ ಹೆಚ್ಚು ತಿಳಿದುಕೊಳ್ಳಲಿಕ್ಕೆ ಬೇಕಾಗಿ ಅವರೆಲ್ಲರೂ ಬಂದಿದ್ದರು. ಶ್ರೀಯುತ ಅಖಿಲೇಶ್ ನಗುಮೊಗಂ ಅವರು ಅವರಿಗೆ ಸಲಹೆ ಸೂಚನೆಗಳನ್ನು ಕೊಟ್ಟಿದ್ದರಂತೆ ಇಲ್ಲಿ ಬರಲಿಕ್ಕೆ. ಹಾಗೆ ಒಂದು ಬಸ್ಸಲ್ಲಿ ಬಂದು ಸುಮಾರು 1-2 ಗಂಟೆಗಳ ಹೊತ್ತು ನಮ್ಮ ಜೊತೆಗೆ ಇದ್ದರು. ಅವರಿಗೆ ನಮ್ಮ ಅರಿವಿನ ರೀತಿಯಲ್ಲಿ ಅಥವಾ ನಾವು ಮಾಡಿದ ಯೋಜನೆಗಳ ಎಲ್ಲ ವಿಷಯಗಳನ್ನು ತಿಳಿಯಪಡಿಸಿದ್ದೇವೆ. ಬನವಾಸಿಗೆ ಬಂದು ಎಲ್ಲರಿಗೂ ಸ್ವಾಗತ. ಸರ್ನು ഒന്നിച്ചിട്ട് വന്ന അഖിലേഷ് നഗുമ പിന്നെ യാദവ് എല്ലാവരും. എൻ്റെ പേര് രത്നാകര മല്ലമൂലാണ്. ഞാനിവിടെ ഗവൺമെൻറ് കോളേജിൽ കന്നഡ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറാണ്. എനിക്ക് ഒരു ഭാര്യയും 2 മക്കളും. ഇവിടെ വലിയത് പിന്നെ അവള് 2ാം ക്ലാസ് നീർച്ചാല് മഹാജന കന്നഡ മീഡിയം സ്കൂള്. പിന്നെ ചെറിയോന് ഇപ്പൊ നിങ്ങൾ കണ്ട കുഞ്ഞി 2 വയസ്സ്. നാളല്ല മറ്റനക്ക് 2 വയസ്സാണ്. യഥാർത്ഥമായിട്ട് ഞാൻ എൻ്റെ നാട് മല്ലമുല എന്ന് വെച്ചാൽ ബദിയടുക്ക മുള്ളേരിയ റോഡിൻ്റെ മിഡിലായിട്ട് വരുന്ന മൗവാറിൻ്റെ അടുത്താണ്. മൗവാറിൻ്റെ അടുത്ത് ഒരു വയൽ പ്രദേശമാണ് മല്ലമുല എന്ന് വെച്ചാൽ. ഞാൻ പഠിപ്പിക്കുന്നത് ഗവൺമെൻറ് കോളേജിലാണ്. പിന്നെ ഈ സ്ഥലം എൻ്റെ ഭാര്യയുടെ അമ്മയുടെ പേരിലുണ്ടായ സ്ഥലമാണ്. അതിൽ 1 ഏക്കർ ഭാര്യയ്ക്ക് ഷെയർ ആയിട്ട് കിട്ടിയ സ്ഥലം. അപ്പോൾ ഇത് വലിയൊരു കാട് പിടിച്ച സ്ഥലമായിരുന്നു. കാട് പിടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഭാര്യയുടെ അമ്മ ഹാസനയിൽ PU ടീച്ചറായിരുന്നു. അപ്പോൾ അവരാടെ സെറ്റിലായിട്ടുണ്ടായി. ഒരു കുറേ വർഷം അവർ സർവീസ് മുഴുവനും ആടെ ഉണ്ടായി. അപ്പോൾ ഈ വീട് നോക്കാൻ ആരും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇതിങ്ങനെ ഒരു 3.5 ഏക്കർ സ്ഥലം, അതിൽ 3 ഷെയർ ഉണ്ട്. 3.5 ഏക്കർ സ്ഥലം ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ ഇതിൽ അക്കേഷ്യ മുമ്പ് മുളി, ഈ നാട്ടിലേക്കെല്ലാം വേണ്ട മുളിപ്പുല്ലില്ലേ, മുളി ಮತ್ತೆ ಮನೆಗೆ ಹಾಕುವ ಮುಳಿ ಹುಲ್ಲು ಅದು ಬೆಳೀತಾ ಇದ್ದ ಸ್ಥಳ ಆಗಿತ್ತಂತೆ. ಆಗ ಎಲ್ಲರೂ ಇಲ್ಲಿಂದ ಮುಳಿ ಹುಲ್ಲು ಮತ್ತೆ ಈ ಅಕೇಶಿಯಾ ಸರ್ಕಾರ ಅಕೇಶಿಯಾ ಒಂದು ಬೆಳೆಸುವ ಒಂದು ಯೋಜನೆ ಮಾಡಿತ್ತು, ನಿಮ್ಗೆ ಗೊತ್ತಿರ್ಬೋದು ಎಲ್ಲರಿಗೂ. ಅದರ ನಂತರ ಇಲ್ಲಿ ಅಕೇಶಿಯಾ ಬೆಳೆದು ಅದು ಅಕೇಶಿಯಾದ ದೊಡ್ಡ ಕಾಡಾಗಿತ್ತು. ಇಲ್ಲಿ ಪೇಟೆಗೆ ಹತ್ತಿರ ಮತ್ತೆ ಇದು ಹಳೆಯ ಒಂದು ಬಾವಿ, ಅವರ ಅಜ್ಜ ಇದ್ದ ಮನೆಯ ಒಂದು ಫೌಂಡೇಶನ್ ಎಲ್ಲ ಇತ್ತು ಇಲ್ಲಿ. ಸೊ ಇಲ್ಲಿ ಏನಾಯ್ತು ಅಂದ್ರೆ ಈ ಕಳ್ಳು ಕುಡುಕರಿಗೆ ಇದು ದೊಡ್ಡ ಒಂದು ಒಳ್ಳೆಯ ಸ್ಥಳ ಆಗಿ ಇತ್ತು. ಅಂದ್ರೆ ದೊಡ್ಡ ಕಾಡು ಅಕೇಶಿಯದ, ಮತ್ತೆ ವೇಸ್ಟ್ ಹಾಕ್ಲಿಕ್ಕೆ ಇಲ್ಲಿ ಒಂದು ಒಳ್ಳೆಯ ಬಾವಿ ಇತ್ತು. ಹಾಗೆ ನಾವು ಇಲ್ಲಿ ಆಕ್ಚುಲಿ ಇವರು ಹಾಸನದಲ್ಲಿ ಇದ್ದ ಫ್ಯಾಮಿಲಿ, ಮೂಲತಃ ಇಲ್ಲಿಯವರು. ಅವಳ ಅಪ್ಪ തച്ചങ്കാಡು, ಅಮ್ಮ ಇಲ್ಲೇ ಇದ್ದವರು. ಸೊ ಅವರ ಅಪ್ಪ ಅಮ್ಮ എല്ലാവരും മരിച്ചതിന് ശേഷമാണ് ഈ സ്ഥലം ഇങ്ങനെ ആയിട്ട് ഉണ്ടായത്. അച്ഛൻ ബേക്കൽ തച്ചങ്കാട് ജംഗ്ഷന്റെ അടുത്ത് തന്നെ വീട് വരാം. 3 വീട് ഒന്നിച്ചിട്ടില്ലേ, രാഘവേട്ടനും സുകുമാരേട്ടനും ഗംഗാധരേട്ടനും. മിക്കവാറും അറിയുന്ന ആ റോഡ് സൈഡില്ലേ, അതില് ഈ രാഘവേട്ടന്റെ ഏട്ടന്റെ മകളാണ് ഇവിടെ. തഹസിൽദാറായിട്ട് റിട്ടയർഡായ സുകുമാര എന്ന് പറഞ്ഞ അവര് ഏട്ടന്റെ മകളാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത്. പിന്നെ ഈ ഇവളെ ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഇവിടേക്ക് വരാൻ കാരണം. അപ്പോൾ ഈ സ്ഥലത്തിനൊന്ന് നന്നാക്കാൻ തോന്നി. അങ്ങനെ അക്കേഷ്യ ഫുള്ള് വെട്ടിട്ട് അതിന്റെ വേരെല്ലാം എടുത്തിട്ട് ഈ 22 ചാക്ക് മദ്യ ബോട്ടിൽ കിട്ടി. മദ്യം ഇല്ലല്ല, മദ്യം കുടിച്ച് കളഞ്ഞ്. പിന്നെ കാലിബോട്ട്, പിന്നെ ഒരു 4 ചാക്ക് അതിൽ കിണറിലുണ്ടായി. പിന്നെ അതിൽ നീർച്ചാൽ ടൗണുകാരെല്ലാം വേസ്റ്റ് എല്ലാം ഇട്ടുണ്ടായി. പിന്നെ അങ്ങനെ ഇടുന്നവർക്ക് സ്ഥലമായിട്ട് മാറ്റണമെങ്കിൽ ഒരുപാട് ചിലവായി. അങ്ങനെ അതായിട്ട് ശേഷമാണ് ഇങ്ങനെ ഒരു മാതൃക പോലെ ആക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടാകുമ്പോൾ പൈസ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പാടിലാണ് വളർന്നത്. ഞാൻ 0 അല്ല, ഒരു മൈനസ് എന്ന് വന്നിട്ട് ഈ ജോബ് കിട്ടിയതുകൊണ്ടാണ് ഒരുപാട് ലോൺ ആക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് ലോൺ ആക്കിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. അപ്പോൾ ഇവിടെ വെള്ളമില്ല. ഈ വെള്ളം ബോർവെല്ലിനും കൂടി നന്നായിട്ട് വെള്ളം കിട്ടാത്ത ഒരു സ്ഥലമാണ്. ഹാർഡ് റോക്കില്ല,
താഴെ പാറക്കല്ല് കിട്ടുന്നില്ല. അങ്ങനെ ഒരു 5.5 ലക്ഷം ഒരു ബോറിന് ചെലവിടേണ്ടി വന്നു. പക്ഷെ വെള്ളം കിട്ടിയത് കുറവ്. അങ്ങനെയാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഈ 2 ലക്ഷം ലിറ്റർ പിടിക്കുന്ന ഇതാക്കിയത്. ഇത് സ്വിമ്മിംഗ് പൂൾ അല്ല, മഴവെള്ളത്തിനെ സംരക്ഷിക്കുന്ന ഒരു കുളമാണ്. 2 ലക്ഷം ലിറ്റർ വെള്ളം ഇതിൽ നമുക്ക് ശേഖരിക്കാൻ പറ്റും. പിന്നെ ബോർവെല്ലിന്റെ കുറച്ച് വെള്ളം നമുക്ക് ഡെയിലി അതിന് ഇട്ടാൽ നമുക്ക് 5 HP മോട്ടറിൽ 36 സ്പ്രിങ്ക്ലർ ഓട്ടാൻ പറ്റും. പിന്നെ ഇവിടെ വീണ വെള്ളം, മഴവെള്ളം ഒരു തുള്ളി പോലും വേസ്റ്റ് ആവില്ല. അത് ആ കിണറിൽ പോകും. അതുപോലെ തന്നെ കിണർ ഈടാക്കി അല്ല കുളത്തിലേക്ക് പോകും, കിണറിലേക്ക് പോകും, ബോർവെല്ലിലേക്ക് പോകും. പിന്നെ ഒരു മണ്ണീര കൊണ്ട് ഈടാക്കിന് അതാവും. അപ്പോൾ 1 ഏക്കർ സ്ഥലമാണ്. ശരിക്കും പറഞ്ഞെങ്കിൽ 98 സെൻസാണ് ഉള്ളത് ഇതിൽ. അപ്പൊ അതില് ഒരു വീടും ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പോണ്ടും മുമ്പേ ഉണ്ടായ ഒരു കിണറും ഇപ്പൊ ആക്കിയ ഒരു ബോർവെല്ലും 150 കവുങ്ങും 70 തെങ്ങും ഒരു 20 വക ഫ്രൂട്ട്സും പിന്നെ ഒരു 18 വക പിന്നെ മെഡിസിനൽ ഗാർഡൻ ബാക്കിലാക്കി. ഇങ്ങനത്തെ ഒരു ചെറിയ സ്ഥലത്ത് എല്ലാ സംഭവങ്ങളും ഞങ്ങൾ ആക്കിനി. അപ്പോൾ മഴവെള്ളത്തിന്റെ സംരക്ഷണം പോലെ സൂര്യന്റെ നല്ല വെളിച്ചം വീണ ഒരു സ്ഥലമായതുകൊണ്ട് ഇനി ഫുള്ള് സോളാർ സിസ്റ്റം ആക്കിനി. 5 കിലോവാട്ടിന്റെ സോളാർ സിസ്റ്റമും ആക്കി. അത് പാനൽ 9 പാനൽ മുകളിലുണ്ട്. അപ്പൊ കറണ്ട് നമുക്ക് വേണ്ട. അപ്പൊ ഈട വീഴുന്ന സൂര്യന്റെ പ്രകാശവും ഈട വീഴുന്ന മഴയും ഇത് രണ്ടും ഈ സ്ഥലത്തേക്ക് വേണ്ടത്ര ഊർജം വെള്ളം പകർന്നു തരുന്നത് പോലെ പ്രകൃതിയോടുള്ള ശക്തിനെ പ്രകൃതിക്ക് തന്നെ ഇട്ടിട്ട് ആയത്ര ബേർഡന് കുറക്കുന്ന പോലെ ഭൂമിക്കും പിന്നെ KCB-കാർക്കും കുറക്കുന്ന പോലെയാണ് ഇവിടെ ചെയ്തത്. 1.5 കോടി രൂപയാണ് വീടും ഈ കാര്യത്തിന് ടോട്ടൽ ചെലവഴിച്ച്. അതിൽ 1,20 ലക്ഷവും ലോണാക്കി. 30 ലക്ഷം കയ്യിലുണ്ടായ പൈസ അല്ല, ഒരു 16 ലക്ഷം മാത്രം കയ്യിലുണ്ടായ. പിന്നെ ഒരു 2 വർഷം കിട്ടിയ ശമ്പളത്തിന് ഒഴിച്ചത് കേട്ടിട്ടാണ് ഇങ്ങനെ. ഹെവി റിസ്ക് ആണ്. പൈസ ഇല്ലവർ ആരും ഇങ്ങനെ ചെയ്യാൻ പോവില്ല. പൈസ ഇല്ലാത്തവര് ചാലഞ്ച് ഇല്ലവർ ഇങ്ങനെ ചെയ്യാൻ പോകും. ഈയിടെ ഇട്ട പൈസ ഒരിക്കലും തിരിച്ചു കിട്ടൂല. ഈ 150 കങ്ങോ അല്ലെങ്കിൽ 70 തെങ്ങിലോ ഈ ഫ്രൂട്ട്സിലോ ഒന്നും ഇൻകം വരില്ല. പിന്നെ ചെറിയ അപ്പോൾ ഞാനൊരു അധ്യാപകനായതുകൊണ്ട് ഒരുപാട് സൊസൈറ്റിയുടെ കോണ്ടാക്ട് ഇല്ലത് കൊണ്ട് ഗണപതിനെ കൊണ്ട് തന്നു. അപ്പൊ നിങ്ങളെ പോലത്തെ ഉള്ളവരെല്ലാം വരാനായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മല്ലമുല പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് വളരെ പാവപ്പെട്ട ഫാമിലിയിൽ എല്ലാവരും അവരവരെ കാലിൽ നിന്നത് അവരവരെ ശക്തിയും സാമർഥ്യം കൊണ്ടാണ്. ഒരുപാട് പണ്ട് കാലത്ത് ഭക്ഷണത്തിനില്ലാത്ത സമയത്തും ആ വീട്ടിലേക്ക് ഒരുപാട് ആൾക്കാർ വരുമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ട്രഡീഷണൽ വാല്യൂ വെച്ച ഒരു വീടാണ് ഞങ്ങളത് മല്ലമുല. അപ്പൊ അങ്ങനെ ആവാൻ ഈ കാലത്ത് എത്ര പറ്റുമറിയില്ല. പക്ഷെ അനിരീക്ഷിതമായി ഈട് അങ്ങനെ ആയി. ഞങ്ങൾ ഇങ്ങനെ ഈടക്ക് ഇതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലമാവുന്നോ, ഈടക്ക് ഒരുപാട് ആൾക്കാർ വരുന്നു. പക്ഷെ ഈടെ കുളം പണിയാൻ തുടങ്ങിയവനെ ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെയാണ് നിങ്ങൾ വരാനും കാരണമായത്. അപ്പോൾ നിങ്ങളായിട്ട് മുമ്പ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിനി. പിന്നെ ഈ അഖിലേഷ് പോലത്തുള്ള ഒരു നല്ല സുഹൃത്താണ് ഞങ്ങൾക്ക്. ഞങ്ങളെ ഒരു ഇങ്ങനെ ദൂരത്തിൽ ബന്ധുവാണ്, പിന്നെ സുഹൃത്തുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ലാവാൻ കാരണം. 20 വർഷം ലോൺ കെട്ടണം. ഞാൻ റിട്ടയർഡ് ആയിട്ട് പിന്നെയും 10 വർഷം കെട്ടണം. ഭാര്യക്ക് ജോലി ഉണ്ട്, പക്ഷെ ഇൻകമിന്റെ ജോലി ഇല്ലാന്നേ ഉള്ളൂ. ജോലി പിന്നെ കുറെ ജോലി ഉണ്ടല്ലോ വീട്ടിൽ. അപ്പോ വീട്ടിന്റെ ജോലി എടുത്തെങ്കിൽ ആരും ശമ്പളം തരുന്നവരില്ല. അപ്പോ ഓളെ മൊബൈലിന്റെ റീചാർജ് പോലും എന്റെ ശമ്പളത്തിലാണ്. സോ ഇങ്ങനെയാണ് ഈ എടുത്ത സ്ഥിതി. പിന്നെ ഞാൻ ഓപ്പൺ ആണ് വളരെ. അഖിലേഷിന് അറിയാം, എന്ത് കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് ആരോടും പറയും. നിങ്ങൾ അത്ര ശമ്പളം ഒന്നും കേട്ടെങ്കിൽ ഞാൻ പറയും. എനിക്കിപ്പോ 21,000 രൂപയാണ് ശമ്പളം മാസത്തിൽ കിട്ടുന്നത്, എല്ലാം കഴിച്ചിട്ട്. 21,000-ൽ ഒരു ഭാര്യയും 2 മക്കളെയും ഒരു മൊബൈൽ അടക്കം ഞാൻ റീചാർജ് ചെയ്യും. അപ്പൊ എങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞൊരു ഉണ്ടാവും. പക്ഷെ ഞങ്ങളെല്ലാം വളരെ പാവപ്പെട്ട ഫാമിലി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് 21,000-ൽ ജീവിക്കാൻ പറ്റും. ഇവളല്ല, ഇവളൊരു ടീച്ചറെ മകളാണ്. പക്ഷെ അവളിപ്പോ ഇതാണ് നല്ല സുഖം എന്ന് പറഞ്ഞ് കണ്ടെത്തി തന്നെ. സോ അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ട്. എന്തോ ഇത്രയുള്ള 10 വർഷമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. എന്നെ ബുദ്ധിമുട്ടാണെന്നൊന്നും അറിയില്ല. സോ ഇങ്ങനെ എന്റെ 2 മക്കളാണ്. സാധാ സ്കൂളിലാണ് പോകുന്നത്. ഓളെ വണ്ടിക്ക് പൈസ കൊടുക്കണ്ട, നടന്നിട്ട് വരും. പിന്നെ 500 രൂപ 1ാം ക്ലാസ്സിൽ കൊടുത്തത്. പിന്നെ ഡ്രസ്സ് അടക്കം ഗവൺമെന്റ് കൊടുത്തു, പുസ്തകം ഗവൺമെന്റ്. പിന്നെ അങ്ങനത്തെ ഇംഗ്ലീഷ് മീഡിയമില് പഠിക്കാതെ നമ്മളെ ഭാഷയിൽ കുട്ടികൾ പഠിച്ചിട്ട് നന്നായി മതി എന്നാണ് എന്റെ തീരുമാനം. അതല്ലാതെ ഒരുപാട് പൈസയും ചെലവിട്ടിട്ട് കുട്ടികളെ പഠിച്ചിട്ട് ആ കുട്ടികൾ ഏടെ പഠിച്ചാലും കുട്ടികൾ നന്നാവും. നമ്മൾ കുറച്ച് സപ്പോർട്ട് ചെയ്താലും മതി. അങ്ങനെ അത്രയേ ഉള്ളൂ.
ആ ഒരു കാഴ്ചപ്പാടിലാണ് ഇങ്ങനെല്ലാം ആക്കിയത്. അതല്ലാതെ പൈസ ഉണ്ടായിട്ട് ആത്മീയപരമായിട്ടല്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത്ര വലിയ വീട് വേണമായിരുന്നോ എന്ന് നിങ്ങൾ ചോദിക്കും. എനിക്കിത് ഇപ്പോൾ സാധനം പുറത്താണ്. എൻ്റെ പുസ്തകങ്ങൾ ഒരുപാടുണ്ട്. ഒരു 12,000 പുസ്തകങ്ങളും ഇതെല്ലാം ഇത് ഇപ്പോഴും പുറത്തുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറ്റാൻ സ്ഥലമില്ല. സോ 2600 സ്ക്വയർ ഫീറ്റിന്റെ വീട്ടിൽ സ്ഥലമില്ല. എന്നിപ്പോ ഇവിടെ മച്ചുണ്ട് മുകളിൽ, അതിൽ അതിനെ കയറ്റി വെക്കണമെന്നാണ് ഇപ്പൊ ഇല്ലേ. ഇപ്പൊ വീടെല്ലാം ഇപ്പൊ ഈ വീട് ഇങ്ങനെ കെട്ടുമ്പോൾ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂസിനാണ് കൂടുതൽ ഊന്നൽ കൊടുത്തത്. മരം കുറച്ച് ചിലവായത് മരത്തിനാണ്. മരം ഈ വീട് കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മരം ഞങ്ങൾ വളപ്പില്ല അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഞാൻ കൊത്തിയാല് എന്റെ ഫിലോസഫി ഇത് പോയില്ലേ, ഒരു വീട് കെട്ടാൻ മരം കൊത്തിയാൽ. അതുകൊണ്ട് ഫോറസ്റ്റുകാർ ഓപ്ഷനിലൂടെ മില്ലുകാരുടെ കൂടെയാണ് എടുത്തത്. അല്ലെങ്കിൽ ഈ മരം അവര് ആസ് പെർ റൂൾ പ്രകാരം കൊത്തിയ മരങ്ങളാണ്. അല്ലെങ്കിൽ വായസ് തീരാതെ മരങ്ങൾ കൊത്തൂല ഫോറസ്റ്റുകാർ. അങ്ങനെ എടുത്ത എല്ലാ മരങ്ങളാണ്. അപ്പോൾ നല്ല മരങ്ങൾ കിട്ടിനി പൈസ ഒരുപാട് കൊടുക്കേണ്ടി വന്നില്ല. സോ ഇതാണ് എടുത്ത സംഭവം. നിങ്ങൾ വീടെല്ലാവരും നോക്കൂ. മിത്തോളം പോവാം, മച്ചോളം പോവാം. പിന്നെ ഇവിടെ കൃഷിയുടെ സ്ഥലം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് പറയാം. ഇപ്പൊ ഇന്നലെ മഴ വന്നില്ലേ, വേനൽ മഴ. ആ വേനൽ മഴ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് നല്ല ഉപകാരമായി. അത് ഈടെ വെള്ളം നിറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് ഞാൻ കിണറ്റിലേക്ക് വിട്ടു. ഒരു രാത്രി മഴ പെയ്തല് 1 മണിക്കൂർ പെയ്തല് 1 കൂല് വെള്ളം കൂടി. സോ നമുക്ക് എല്ലാ സ്ഥലത്തും കിണറിൽ വെള്ളം കണ്ടെത്താം. പക്ഷെ നമ്മളെല്ലാവരും മടിയന്മാരായതുകൊണ്ട് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിൽ മാട്ടിന്റെ വെള്ളം മതി നമ്മുടെ കിണർ റീചാർജ് ആവാൻ. പക്ഷെ ഗവൺമെന്റ് കുറച്ച് സപ്പോർട്ടെല്ലാം ചെയ്താൽ, നിങ്ങളെ പോലത്തെ ഈ പ്രോജക്റ്റുകാരെല്ലാം കുറച്ച് മനസ്സ് വെച്ചാൽ എല്ലാ വീട്ടിലും ഈ റീചാർജ്, ഇതിന് വലിയ പൈസ ഒന്നും ചിലവല്ല. ഒരു ദമ്പ വേണം ഫുള്ള്. പിന്നെ മണ്ണിന്റെ അടിയിലൂടെ ഞങ്ങൾ മാത്രം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആക്കിന്. മഴ വന്നാല് ഈ കുളത്തിന് വേണമെങ്കിൽ വെള്ളം വിടാം, ഈ കിണറിന് വേണമെങ്കിൽ വെള്ളം വിടാം, ബോറിന് വേണമെങ്കിൽ വിടാം, ആ മണ്ണീര പോണ്ടിലേക്ക് വിടാം, അല്ലെങ്കിൽ ആടെ വിടാം, പിന്നെ കണിക്ക് വിടാം. അപ്പൊ ഏടാ വെള്ളം നമ്മൾ ഈ 1 ഏക്കർ സ്ഥലത്ത് തന്നെ എല്ലാ മഴയും നിക്ഷിപ്താവും. പക്ഷെ നമ്മൾ ഈടായെങ്കിൽ അടുത്ത വീട്ടുകാർക്ക് അത് ഉപകാരമാവും. വെള്ളത്തിന് അറിയാലല്ലോ, 24 മാസം വളപ്പ് കഴിഞ്ഞിട്ട് പോയിക്കൂടാന്ന്. സോ അത് മണ്ണിന്റെ അടിയിൽ അവർക്കും ഗുണമാവും. സോ പിന്നെ അപ്പുറത്തെ വീട്ടുകാർക്ക് ആ കുളത്തിലും കിണറിലും വെള്ളം കൊടുക്കില്ല. അങ്ങനെ ഒരു മാതൃക കാട്ടുന്നു. പിന്നെ നമ്മൾ മരിച്ചിട്ട് പോയാൽ ഒന്നും കാണാനല്ലോ, ഇങ്ങനെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ആരെങ്കിലും പറയുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉള്ള സംഭവങ്ങളാണ്. നമ്മളെ നെക്സ്റ്റ് തലമുറ ഇതിനാൽ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് വെക്കുവോ, ഇപ്പൊ സൈക്കിൾ ഓട്ടുന്ന ആളും ഇവരെല്ലാം അറിയില്ല. പക്ഷെ അവർക്ക് വേണ്ടിയിട്ടല്ല ആക്കുന്നത്, മക്കൾക്ക് വേണ്ടിയിട്ട് ആക്കിയ വെച്ചല്ല, നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ആക്കിയത്. നാളെ അവരെന്താക്കുന്ന പിടിക്കുന്ന അറിയില്ല. പക്ഷെ ഒന്ന് ചിലപ്പോൾ നന്നായിട്ട് നടത്തിയാലോ അവര് അങ്ങനെ. പിന്നെ ഇത് ലാറ്ററൈറ്റ് കല്ലാണ്. അടിയിൽ ലാറ്ററൈറ്റ് കല്ല് വിൽപ്പന നടത്തിനെങ്കിൽ എനിക്ക് നല്ല ക്വാളിറ്റി ലാറ്ററൈറ്റ് കല്ലാണ്. 80 ഫീറ്റോളം ലാറ്ററൈറ്റ് കല്ലാണ്. ലാറ്ററൈറ്റ് കല്ല് വിൽപ്പന നടത്തിനെങ്കിൽ ഇങ്ങനെ തന്നെ എന്നൊരു സ്ഥലവും ലോൺ ഇല്ലാത്ത ഇങ്ങനെ തന്നെ ഒരു വീടും കെട്ടാൻ പറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാൻ പോയില്ല. അപ്പോൾ അങ്ങനെ അതിന് എനിക്ക് ലോൺ ഇല്ലാതെ ഇങ്ങനെ തന്നെ ഒരു സ്ഥലം കിട്ടേണ്ടി. പക്ഷെ ഇവര് അമ്മയുടെ ആരോ അവരുണ്ടാക്കിയ സ്ഥലമല്ലേ. സോ അതിനെ നമ്മൾ കല്ലെല്ലാം എടുത്തിട്ട് പാഴാക്കണ്ട, ആ സ്ഥലത്തിൽ തന്നെ ആക്കാന്ന് പറഞ്ഞിട്ട്. പിന്നെ വേറെ ഏടി ആയില്ലെങ്കിലും ഇങ്ങനത്തെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഉണ്ടായിട്ടില്ലായിരിക്കാന്ന് തോന്നി. ഇത്രയുടെ ഒരു അട്രാക്റ്റീവ് ആവുമെന്ന് പറയാം. എല്ലാവരും വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. കുറച്ചാൾ വന്നെങ്കിൽ ചായയും വേണ്ട എല്ലാം കൊടുക്കും. നിങ്ങളെ പോലത്തെ കുറച്ച് കൂടുതൽ വന്നാണ് മോരും വെള്ളം ആക്കിയത്. സോ അഖിലേഷ് ചായ തന്നെ ആക്കണമെന്ന് പറഞ്ഞ് ഞാൻ ചായ ആക്കാൻ റെഡി ആയിരുന്നു. പക്ഷെ അവർ പറഞ്ഞ് ചായ കുറേ ആൾ വരുന്നതുകൊണ്ട് വേണ്ട. പിന്നെ ഇവിടെ ഞാൻ കോളേജിൽ പോയെങ്കിൽ വൈകുന്നേരം വരും. ഓള് ഉണ്ട്, വളരെ ആക്റ്റീവായിട്ട് താല്പര്യത്തോടെ ഉണ്ട്. കുട്ടി മാത്രം ചെറുതായതുകൊണ്ട് വിടുന്നില്ല എന്നേ ഉള്ളൂ. ഇത് ഇത്രയാണ് എൻ്റെ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും. പിന്നെ വീട് നോക്കാം. എല്ലാ മത ധർമ്മ ജാതിക്കാർക്കും എൻ്റെ ദേവന്റെ റൂമിൽ അടുക്കം പോവാം. ദേവന്റെ റൂമിന്റെ അടുക്കം ആർക്കും പോകാൻ പാടില്ല, ഏടെ വേണമെങ്കിലും പോവാം. സോ എന്ത് നിർബന്ധവും ഇല്ല. അതെ, ചെന്നാർ വെള്ളി. അതെ, കുറ്റി പൂജക്ക് ഈ ചെന്നാർ വെള്ളി കെട്ടുന്ന ഒരു വിശ്വാസമാണ്. അത് കെട്ടിയാല് ദുഷ്ടശക്തികള് വരൂല. നൂലും ചെന്നാർ വെള്ളി ഒരു വിശ്വാസമാണ്. അപ്പൊ നിങ്ങൾക്ക് പിന്നൊരിക്കൽ സ്വാഗതം. എല്ലാരും വീട് ആസ്വാദിച്ചിട്ട് നോക്കൂ, തോട്ടവും ആസ്വാദിച്ച് നോക്കൂ. നിങ്ങളെല്ലാം കൂട്ടിക്കൊണ്ട് വന്ന അഖിലേഷ് നാഗമോഹത്തിനും യാദവിനും പ്രത്യേക നന്ദി. ഒരു ഫിൽറ്ററാണ് ഇവിടെ, റെയിൻ വാട്ടർ ഫിൽറ്റർ 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചത്.
ഒരു ഫിൽറ്റർ ഇങ്ങനത്തെ 3 ഫിൽറ്റർ ഉണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് വന്ന് പൊടിയെല്ലാം ഇതിൽ തങ്ങിയിട്ട് വെള്ളം മാത്രമേ അടിക്ക് പോകും. ഇത് ഇങ്ങനെ ഇപ്പൊ എന്തെങ്കിലും വന്നാൽ ഇതാ ഇതിൽ നിൽക്കും. അല്ലാതെ ഇതിന്റെ ഉള്ളിൽ പിന്നെ ഒരു ഫിൽറ്റർ ഉണ്ട്. ചെറിയ പൊടിയെല്ലാം ഇതിൽ തങ്ങും. ഇത് നമ്മൾ മഴക്കാലത്ത് 2 ആഴ്ചക്ക് ഒരിക്കൽ എടുത്ത് ക്ലീൻ ആക്കിയാൽ മതി. റൈൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കുളത്തിലേക്ക് പോകണമെങ്കിൽ അടുക്ക്, കിണറിലേക്ക് പോകണമെങ്കിൽ അടുക്ക്, ബോറിന് റീചാർജ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ നമ്മൾ ആ മാസത്തിന്റെ മഴ വെള്ളത്തിന് എല്ലാ ഇവിടെ വീണ മഴവെള്ളം ഇവിടെ തന്നെ നമ്മൾ തങ്ങി നിൽക്കുന്ന പോലെ ആക്കാൻ പറ്റുന്നു. വേനൽ മഴ വന്നാൽ ആ വെള്ളം ഫുള്ള് നമുക്ക് വലിയ ഉപകാരമായിട്ട് മാറും. ഇപ്പോൾ വേനലിപ്പോൾ ഒരു വലിയൊരു മഴ വന്നു മാർച്ച്, ഏപ്രിൽ, ഇവിടെ വീണ വെള്ളം നമ്മൾ വേസ്റ്റ് ആവില്ല. ഇല്ലെങ്കിൽ നമ്മളെല്ലാം ചുറ്റുപാട് പോയിട്ട് അത് പോയി ആദ്യത്തെ പോയി നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണ് സോളാറിന്റെ കൺട്രോളിങ്, സോളാറും മറ്റേ കറണ്ടിന്റെ എല്ലാം കൺട്രോളിങ് റൂമാണ്. അതും ഒരു സൗന്ദര്യത്തോടെ അതാണ് ഒരു മണ്ഡപമാക്കിയോണ്ട് ഇടിയും അങ്ങനെ മണ്ഡപമാക്കി. നോർമൽ ആയിട്ടുള്ള ഒരു ഫിൽട്ടർ സംവിധാനം കൂടി ആക്കി. കല്ലും പൊഴിയ ഓടിന്റെ കഷ്ണം കരി ഇങ്ങനെല്ലാം ഇട്ടിട്ട് ಅವರು ಜಿಲ್ಲಾ ಉಸ್ತುವಾರಿ ಅಲ್ವಾ, ಜಿಲ್ಲಾ ಜವಾಬ್ದಾರಿ ಇರುವವರು ಅವರು ಮೊನ್ನೆ ಹೇಳಿದರು ಫೋನ್ ಮಾಡಿ, ಹಾಗೆ ಬರಲಿ ಅಂತ ನಾನು ಹೇಳಿದೆ. ಹಾಗೆ ಕಾಲೇಜಿನಿಂದ ಬೇಗ ಬಂದು ಮತ್ತು ಯಾದವ್ ಫೋಟೋಗ್ರಾಫಿ ಮಾಡ್ತಾ ಇರುವ ನಿಮಗೆಲ್ಲರಿಗೂ ಕೂಡ ಮತ್ತೊಮ್ಮೆ ನಮ್ಮ ಕೃತಜ್ಞತೆಗಳು, ಧನ್ಯವಾದ. ಓಂ ಶ್ರೀ ಮಂಜುನಾಥಾಯ ನಮಃ. ಇವತ್ತು ಬೆಳಿಗ್ಗಿಂದ ಸಂಜೆವರೆಗೆ ನಾವು ಕೃಷಿ ಅಧ್ಯಯನ ಪ್ರವಾಸವನ್ನು ಈಗಾಗಲೇ ಸಂಘಟಿಸಿದ್ದೇವೆ. ಇದರಲ್ಲಿ ಬೇರೆ ಬೇರೆ ಕಡೆ ಎಲ್ಲ ಹೋಗಿ ಬಂದಾಯಿತು. ಈಗ ಪ್ರವಾಸದ ಅಂತಿಮ ಕ್ಷಣದಲ್ಲಿ ನಾವು ಬನವಾಸಿಯಲ್ಲಿದ್ದೇವೆ. ಹೆಚ್ಚಿನ ಅಂಶ ಇವತ್ತೊಂದು ಕಲ್ಪನೆಯ ಕೂಸು. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಬನವಾಸಿ ಅಂತೇಳಿ ನಾವು ಬರುವಾಗಲೇ ಖುಷಿ ಆಯಿತು. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಒಂಥರ ಅಟ್ರಾಕ್ಟಿವ್ ಆಗಿ ನಮ್ಮ ಮನಸ್ಸಿನ ಎಲ್ಲ ರೂಮುಗಳು ಒಂದೊಂದು ಹೆಸರನ್ನು ಹೇಳ್ತದೆ. ಅದಕ್ಕೆ ಭಾವನಾತ್ಮಕ ಸಂಬಂಧ ಇರುವ ರೀತಿಯಲ್ಲಿ ಅವರು ರೂಪಿಸಿದ್ದಾರೆ. ಈ ಕೆಲಸ ಮಾಡೋದೇನು ಸುಲಭದ ಕೆಲಸ ಅಲ್ಲ. ಇದೊಂದು ಯೋಜನೆ, ಬಹಳ ದೂರದ ಯೋಜನೆ, ದೂರದೃಷ್ಟಿಯ ಯೋಜನೆ. ಮತ್ತು ಇದರಿಂದ ಎಷ್ಟೋ ಜನಗಳು ಸಂತೋಷ ಪಡುವಂಥ ಒಂದು ತಾಣ ಇದಾಗಿ ಪರಿವರ್ತನೆ ಆಗಿದೆ. ಎಂದೋ ಒಂದು ಗುಡ್ಡಗಾಡು ಪ್ರದೇಶವಾಗಿದ್ದಂಥ ಪ್ರದೇಶವನ್ನು ಇವತ್ತು ಒಂದು ಆಕರ್ಷಣೀಯ ಮತ್ತು ರಮ್ಯ ತಾಣವಾಗಿ ಇವತ್ತು ಪರಿವರ್ತನೆ ಮಾಡಿದೆ. ಇಲ್ಲಿಗೆ ನಮಗೆ ಬರಲಿಕ್ಕೆ ಒಂದು ಅವಕಾಶ ಕೊಡಿಸಿದ ನಮ್ಮ ಜನಜಾಗೃತಿ ವೇದಿಕೆ ಅಧ್ಯಕ್ಷರು. ಇವತ್ತು ಯಾಕಂತ ಹೇಳಿದ್ರೆ ಬೆಳಿಗ್ಗೆ ಹಾಕಿದ ಟೂರನ್ನು ನಿಮ್ಮ ಬನವಾಸಿ ನೋಡಲೇಬೇಕು ಅಂತೇಳಿ ನಾವು ಮಧ್ಯಾಹ್ನಕ್ಕೆ ಪೆಂಡಿಂಗ್ ಇಟ್ಕೊಂಡದ್ದು. ಬೇರೆ ಕಡೆ ಇದನ್ನೆಲ್ಲ ಕಟ್ ಮಾಡಿ ಇಲ್ಲಿಗೇ ಬರಲೇಬೇಕು ಅಂತೇಳಿ ಮಧುರ ದೇವಸ್ಥಾನದ ಸೀದಾ ಇಲ್ಲಿಗೆ ಬಂದಿದ್ದೆ. ಆದರೂ ಸ್ವಲ್ಪ ಟೈಮ್ ಬ್ಲ್ಯಾಂಕ್ ಆಯಿತು. ಹಾಗೆ ಇವರು ಮತ್ತೊಂದು ಪ್ಲೇಸ್ ತೋರಿಸಿದ್ರು, ಆಶ್ರಮ. ಅಲ್ಲಿಗೆ ಹೋದ. ಆದರೆ ಎಲ್ಲಿಯಾದರೂ ಇಲ್ಲಿಗೆ ಹೋಗಿಯೇ ಲಾಸ್ಟ್ ಫೈನಲ್ ಮಾಡಬೇಕು ಅಂತ ಹೇಳುವಂಥ ಒಂದು ಇಚ್ಛೆಯಿಂದ ನಾವು ಬಂದಿದ್ದೇವೆ. ನಾವು ಪ್ರಥಮತಃ ಈ ಒಂದು ನಮ್ಮ ಬನವಾಸಿಯ ಒಂದು ಕೇಂದ್ರವನ್ನು ನಮ್ಮನ್ನು ನೋಡಲಿಕ್ಕೆ ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟಂತಹ ಈ ಮನೆಯವರಿಗೆ, ಸರ್ಗೆ ಮತ್ತು ಈ ಮನೆಯವರ ಕುಟುಂಬದವರಿಗೆ ನಮ್ಮ ಪ್ರತಿಪೂರ್ವಕ ಪ್ರಣಾಮಗಳೊಂದಿಗೆ ಪ್ರೀತಿಯ ಧನ್ಯವಾದಗಳು. ನಮ್ಮ ಸರ್ ಅವರು ಬೆಳಗಿಂದ ಸಂಜೆವರೆಗೆ, ನಾನಂತ ಹೇಳಿದ್ರೆ ಇವತ್ತು ಫೋನ್ ಎಷ್ಟು ಗಂಟೆಗೆ ಫೋನ್ ಮಾಡಿದ್ರು ತಕ್ಷಣ ಅವರ ರಿಪ್ಲೈ ಬರ್ತಿತ್ತು. ನಮಗೆಲ್ಲ ಫೋನ್ ಮಾಡಿದರೆ ಕೆಲವು ಸಲ ನಮ್ಮ ಫೋನ್ ಎಲ್ಲೋ ಇದ್ದು ಮತ್ತೆ ಲಾಟಿ 5 ನಿಮಿಷ ಕಳೆದೆಲ್ಲ ಫೋನ್, ಅವರಾಗಲ್ಲ ತಟಕ್ಕನೆ ಫೋನ್ ತೆಗೆದು ಇವತ್ತು ನನ್ನ ಪ್ರವಾಸದ ಒಂದು ದೊಡ್ಡ ಉದ್ದೇಶ ಈಡೇರಲಿಕ್ಕೆ ಮುಖ್ಯ ಕಾರಣಕರ್ತರಾದವರು ಅವರು. ಮತ್ತು ನನ್ನ ಒಂದು ಪ್ರವಾಸ ಅಂತ ಹೇಳಿ ಅಲ್ಲ, ನಾನೀಗ 4 ವರ್ಷ ಆಯಿತು ಕಾಟಲ್ಲಿ ಕೆಲಸ ಮಾಡೋದು. ಜನಜಾಗೃತಿ ವೇದಿಕೆ ಕಾರ್ಯಕ್ರಮ ಇರ್ಬೋದು, ಧರ್ಮಸ್ಥಳದ ಯಾವುದೇ ಕಾರ್ಯಕ್ರಮ ಇರ್ಬೋದು, ಅಲ್ಲಿ ಅವರು ತಕ್ಷಣ ಹಾಜರು ಮತ್ತು ಅದಕ್ಕೆ ಬೇಕಾದ ಎಲ್ಲ ಪೂರಕವಾದ ಸ್ಪಂದನವನ್ನು ನಮಗೆ ನೀಡ್ತಾ ಇರೋರು ಅಶ್ಲೀಲ್ ನಗುಮಕ್ಕಮ್ಮವರು. ಅವರೊಂದು ಮಾಧ್ಯಮ ಕ್ಷೇತ್ರದ ಒಬ್ಬ ಪ್ರಭಾವಿ ವ್ಯಕ್ತಿ ಮತ್ತು ನಮ್ಮೆಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳಿಗೆ ಒಂದು ಪ್ರಚಾರ ಮತ್ತು ಎಲ್ಲ ಒಂದು ಅನುಕರಣೀಯ ಕೆಲಸಗಳಿಗೆ ಪ್ರೋತ್ಸಾಹವನ್ನು ನೀಡ್ತಾ ಇರುವವರು. ಇವತ್ತು ಇಲ್ಲಿ ಕರ್ಕೊಂಡು ಬಂದಿದ್ದಾರೆ, ಭಾಳ ಸಂತೋಷ. ಅವರಿಗೂ ಕೂಡ ನನ್ನ ಪ್ರೀತಿಪೂರ್ವಕ ಧನ್ಯವಾದ. ಅದೇ ರೀತಿ ಇಲ್ಲಿಯ ಕುಟುಂಬ ವರ್ಗದವರಿಗೂ ಕೂಡ ಪ್ರೀತಿಪೂರ್ವಕ ಧನ್ಯವಾದಗಳು. ಆಮೇಲೆ ನಮ್ಮೊಟ್ಟಿಗೆ ಇಬ್ಬರು ಸೇವಾ ಪ್ರತಿನಿಧಿಗಳಿದ್ದಾರೆ, ಶ್ಯಾಂಭವಿ ಮತ್ತು ಮಮತಾ, ಅವರಿಗೂ ಧನ್ಯವಾದಗಳು. ಅದೇ ರೀತಿ ಅತಿ ಮುಖ್ಯವಾಗಿ ಅದರ ಜೊತೆಗೆ ನೀವು ಬರೋದ್ರೆ ನಾವು ಪ್ರವಾಸ ಮಾಡಲಿಕ್ಕೆ. ಯಾಕಂದರೆ ನಾವು ಕೊಟ್ಟ ಟೈಮಿಗೆ 50 ಜನರ ಗುರಿ ಕೊಟ್ಟು ಒಂದು ಬಸ್ಸಿಗೆ 50 ಜನ ಅಂತ ಮಾಡಿದ್ವಿ. 50 ಜನವು ನಿಯತ್ತಾದ ಸಮಯಕ್ಕೆ ಬಂದಿದ್ದಾರೆ. ನಮ್ಮ ಟೈಮ್ ಮೇಂಟೈನ್ ಕೂಡ ಹಾಗೆ ಆ ಟೈಮಿಗೆ ಅವರು ಸೆಟ್ ಆಗಿಕೊಂಡು ನೀವು ಬಂದಿದ್ದೀರಿ. ಆದ ಕಾರಣ ನಿಮಗೆ ಪ್ರೀತಿಪೂರ್ವಕವಾದ ಧನ್ಯವಾದವನ್ನು ಸಲ್ಲಿಸ್ತೇನೆ. ಮತ್ತು ಇನ್ನು ಮುಂದಿನ ಪ್ರವಾಸಕ್ಕೆ ಬನವಾಸಿಯ ಈ ಒಂದು ತಾಣ ಪ್ರೇರಣಾ ಶಕ್ತಿಯಾಗಲಿ ಅಂತೇಳಿ ದೇವರಲ್ಲಿ ನಾನು ಪ್ರಾರ್ಥಿಸ್ತೇನೆ. ಜೊತೆಗೆ ನಿಮಗೂ ಧನ್ಯವಾದಗಳು. ಹಾಗೆಯೇ ನಮ್ಮ ಮಾಧ್ಯಮ ಮಿತ್ರರು, ಫಾಕ್ಸ್ ಒಂದು ಇದರ ಡಿಜಿಟಲ್ ಮೀಡಿಯಾದ ಮಾಧ್ಯಮ ಮಿತ್ರರು ನಮ್ಮ ಜೊತೆ ಬೆಳಗ್ಗಿನಿಂದ
ಇದ್ದಾರೆ ಇಬ್ಬರು ಯುವಕರು. ಅವರಿಗೂ ಕೂಡ ಪ್ರೀತಿಪೂರ್ವಕವಾದ ಧನ್ಯವಾದ ಸಲ್ಲಿಸ್ತೇನೆ. ಇವತ್ತಿಗೆ ಅಧ್ಯಯನ ಪ್ರವಾಸದ ಕೊನೆಯ ತಾಣ ಇದು ಬನವಾಸಿ. ಬನವಾಸಿ ಅಂತೇಳಿ ನೀವು ಕನ್ನಡ ಪುಸ್ತಕದಲ್ಲೆಲ್ಲ ಓದಿರ್ಬೋದು, ಅದಕ್ಕೊಂದು ಹಾಡೇ ಉಂಟು. ನನಗೀಗ ಅಷ್ಟು ನೆನಪು ಬರ್ತಾ ಇಲ್ಲ, ಸರಿಗೆಲ್ಲ ಗೊತ್ತಿರ್ಬೋದು. ಕನ್ನಡ ಒಂದು ಶಾಸ್ತ್ರವನ್ನೆಲ್ಲ ಭಾಳಷ್ಟು ಪರಿಣಿತಪಡಿದೆ. ಅಂಥ ಒಂದು ತಾಣದಿಂದ ನಮ್ಮ ಪ್ರವಾಸ ಕೊನೆ ಇದು. ನಮಗೆ ಸಹಕಾರ ನೀಡಿದ ಎಲ್ಲ